നമസ്കാരം, ബുള്ളറ്റ് ടിപ്സ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹൈഡ്രോളിക് ടാപ്പറ്റ് മാറുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഹൈഡ്രോളിക് ടാപ്പറ്റ് പോയാൽ എങ്ങനെ അറിയാം എന്നുള്ളൊരു ആദ്യം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്തേ വണ്ടി. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ട സൗണ്ടാണ് ഹൈഡ്രോളിക് ടാപ്പറ്റ് പോയത്. അപ്പോൾ നമുക്ക് ഹൈഡ്രോളിക് ടാപ്പറ്റ് മാറണമെങ്കിൽ ടാങ്ക് അഴിക്കണം, സീറ്റ്, അതുപോലെ ഹെഡിൻ്റെ ഇത് അതോടെ നമുക്ക് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം ഇതിൻ്റെ രണ്ട് കവർ ഒന്ന് ഇളക്കി നോക്കുക, അഴിച്ചു നോക്കുന്നു. കവർ ഇളക്കുക. ഓക്കെ, നമ്മളിപ്പം ഏത് ഹൈഡ്രോളിക് ടാപ്പറ്റ് ആണോ പോയത് എന്നറിയാൻ വേണ്ടി ഒരു സ്ക്രൂ ഡ്രൈവർ നമ്മൾ എടുക്കുക. സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഈ ഭാഗം നിങ്ങൾക്ക് അറിയാൻ പറ്റും. താഴ്ന്നുണ്ടെങ്കിൽ അത് പോയതാണ്. ഇങ്ങനെ പിടിച്ച് സ്ക്രൂ ഡ്രൈവർ ഇവിടെ പ്രസ് ചെയ്യുക. ഇവിടെ പ്രസ് ചെയ്യുമ്പം ഈ ഭാഗം താഴുന്നില്ല. അപ്പം ഇത് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇപ്പുറത്ത് നമുക്ക് നോക്കാം. ഇത് അനങ്ങുന്നുണ്ട്. ഒന്നുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഇങ്ങനെ വരുവാണെങ്കിൽ ഈ ഹൈഡ്രോളിക് ടാപ്പറ്റാണ് പോയിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പം ഹൈഡ്രോളിക് ടാപ്പറ്റ് നമുക്ക് മാറണമെങ്കിൽ ഹെഡ്, സിലിണ്ടർ നമുക്ക് അഴിക്കണം. ഓക്കെ, നമ്മളിപ്പം ഹെഡും സിലിണ്ടറും അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈഡ്രോളിക് ടാപ്പറ്റിൻ്റെ ബോൾട്ടാണ് ഇതേ ഇരിക്കുന്നത്. ഇതാണ് ഹൈഡ്രോളിക് ടാപ്പിൻ്റെ സ്ക്രൂ ഡ്രൈവർ.
ഈ ബോൾട്ട് ഇതുണ്ടോ, ഈ ബോൾട്ടാണ് ഹൈഡ്രോളിക് ടാപ്പിൻ്റെത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഫുള്ള് കവർ ചെയ്യും. അപ്പോൾ അതിന് വേണ്ട അലങ്കി എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അലങ്കി ചെറിയ അലങ്കിയാണ് നമ്മളത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് അഴിക്കുമ്പം ഈ 1, 2, 3 ഇങ്ങനെ ഈ 3 ത്രെഡ് നമ്മൾ ഊരിയിട്ടാണ് നമ്മൾ അഴിക്കേണ്ടത്. ഓക്കെ, നമ്മളിപ്പം ഈ 3 ത്രെഡ് അഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്രാങ്കിൻ്റെ സൈഡാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്യണം. അതുപോലെ തുണി എടുത്തിട്ട് ഓക്കെ, നമ്മളിപ്പം 2 അലങ്കിയുണ്ട്. അതിൽ ഞാനിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു അലങ്കിയാണ് ചെറുത്. അത് തന്നെ നമുക്കിത് ഉപയോഗിക്കാം. ഓക്കെ, ഇതിങ്ങനെ ഇട്ടു. അഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അഴിച്ചെടുക്കാം ഇത്. നല്ല സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, നമുക്കത് യൂസ് ചെയ്യാം. ഈ ഒരു ബോൾട്ട് ഇതാണ് ഇതിൻ്റെ ബോൾട്ട്. അതുപോലെ ഈ ലോക്ക് ഇവിടെ കിടക്കുന്നതാണ്. ലോക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു പിന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ നമ്മൾ അഴിച്ച അല്ലെങ്കിൽ ഇത് അതിൻ്റെ ലോക്ക്. ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു വയറുണ്ടെങ്കിൽ നമുക്ക് ദൂരം എടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഊരെടുത്തു. ഈ ഹൈഡ്രോളിക് ടാപ്പിലാണ് പോയിരിക്കുന്നത്. ഇനി നമുക്ക് ഹൈഡ്രോളിക് ടാപ്പ് കൂടെ ഊരെടുക്കാം. ഇതിപ്പം നമ്മൾ ഹൈഡ്രോളിക് ടാപ്പറ്റ് ഊരിയെടുക്കുകയാണ്. ഒരു നോസ് പ്ലെയർ ഉണ്ട്. ഇതാണ് ഹൈഡ്രോളിക് ടാപ്പറ്റ് പോയത്. ഇത് സൗണ്ട് ഉണ്ടാകുന്നത് ഈ ഹൈഡ്രോളിക് ടാപ്പിൻ്റെ ഈ ഭാഗം പ്രസ്സായിരിക്കുക. എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് മാറിയേക്കാം. ഓക്കെ, ഇത് നമ്മൾ ഈ വണ്ടിയിൽ നിന്ന് അഴിച്ച ഹൈഡ്രോളിക് ടാപ്പറ്റാണ്. അപ്പം ഇതിങ്ങനെ പ്രസ്സാകുന്നുണ്ട്. ഹൈഡ്രോളിക് ടാപ്പറ്റ് പോയിരിക്കുകയാണ്. നമ്മളിപ്പോൾ പുതിയൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഹൈഡ്രോളിക് ടാപ്പറ്റ് 815 രൂപ. നമുക്കത് നോക്കാം. പുതിയ ഹൈഡ്രോളിക് ടാപ്പറ്റാണ്. ഇവിടെ ഒരു പുതിയ ടാപ്പറ്റിന് ഇതിൻ്റെ ഉള്ളിലത്തെ ഓയിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് കമ്പനി ഈ ഒരു ചെറിയ റബ്ബർ വെച്ചിട്ടുണ്ട്. അതിലെ ടോപ്പിലും ഉണ്ട്. നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം.
ടൈറ്റാണ്. ഓക്കെ, ഇനി നമുക്കത് വണ്ടിയിലേക്ക് ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗം ഇതാണ് ഈ റോളർ ക്യാം വീൽ കറങ്ങുന്നതാണ്. നമുക്കത് ഇട്ടേക്കാം. ഹൈഡ്രോളിക് ടാപ്പിട്ട് നമ്മൾ ഇട്ടു. ഇനി അതിന് ലോക്കുണ്ട്. ഓക്കെ, ലോക്ക് നമ്മളിട്ടു. ഇത് ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ ലോക്ക് ഇട്ടിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ ഈ അലങ്കിയാണ്, ഇങ്ങനെയാണ് നമുക്ക് ഇടുന്നത്. ഇതിടുമ്പോഴത്തേക്കും ഇതിന്റെ സ്ക്രൂ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് പതിയെ സ്ക്രൂ ഡ്രൈവറിന് പൊള്ളിക്കാം. അതല്ലെങ്കിൽ കൈ കൊണ്ട് കൊള്ളിക്കാവുന്നേ ഉള്ളൂ. തുണി നന്നായിട്ട് വെക്കണം, അതല്ലെങ്കിൽ താഴെ പോയി കഴിഞ്ഞാൽ എൻജിൻ അഴിക്കേണ്ടി വരും. അത് കാരണം നല്ല വൃത്തിയായിട്ട് ഇത് വെച്ചിട്ട് ചെയ്യേണ്ടത്. ഇതിപ്പം കൊണ്ടിട്ടുണ്ട്. ഇനി നമുക്കത് വലിച്ചു മുറുക്കാം. ഓക്കെ, നമുക്കത് മുറുകിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് അലങ്കിയാണ് നമുക്കിത് അഴിക്കാനും മുറുക്കാനും വേണ്ടത്. ഇതെന്ന് വെച്ചാൽ ചില പൊസിഷനിൽ നമുക്കിവിടെ ഈ അലങ്കി ഇവിടെ വന്ന് ഇടിക്കുന്നതുകൊണ്ട് നമുക്കത് മുറുക്കാൻ പറ്റത്തില്ലായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ ചെറിയ അലങ്കി യൂസ് ചെയ്യുന്നത്. അതാകുമ്പോഴത്തേക്കും കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് മുറുകിയിട്ടുണ്ട്. വലിയ അലങ്കി ഇട്ട് തന്നെ നമ്മൾ മുറുക്കിയിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രോളിക് ടാപ്പിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പാക്കിങ് മാറി സിലിണ്ടറും ഹെഡും ഒക്കെ വെച്ച് നമുക്ക് നോക്കാം. ഹലോ, നമ്മളിപ്പം ഇതിൻ്റെ ഹൈഡ്രോളിക് ടാപ്പിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം.
ഹൈഡ്രോളിക് ടാബ്ലറ്റ് മാറിയ ഒരു വീഡിയോ ആണ്. വണ്ടിയുടെ സൗണ്ട് ഒന്നും എടുക്കില്ല. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.